ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. ഈ വീഡിയോ കാണുന്ന നിങ്ങളോട് എല്ലാവരും പറയാനുള്ളത്, തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഇനി അങ്ങോട്ടുള്ള വാല്യൂഷൻ അപ്ഡേറ്റ്സ്, റിസൾട്ട്സ് അപ്ഡേറ്റ്സ്, അതുപോലെ വിദ്യാർത്ഥികൾ അറിയാൻ ആഗ്രഹിക്കുന്ന വാർത്തകൾ, അഡ്മിഷൻ റിലേറ്റഡ് ന്യൂസ് എല്ലാം നമ്മുടെ ചാനൽ വഴി അപ്ഡേറ്റ് ചെയ്യുന്നതാണ്, കരിയർ ഗൈഡൻസ് ഉൾപ്പെടെ. സോ നിങ്ങൾ ഇതുവരെയും നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ജോയിൻ ചെയ്യുക. ഒരുപാട് സ്റ്റുഡൻസ്, പ്രധാനപ്പെട്ട +2 സ്റ്റുഡൻസ് നിങ്ങളെ ചോദിക്കുന്ന ഒരു കാര്യമാണ്, അവർക്ക് +2 റിസൾട്ടിനെക്കാളും ഏറ്റവും ആദ്യം അറിയേണ്ടത് +1 ഇംപ്രൂവ്മെന്റിന്റെ റിസൾട്ട് എപ്പോൾ വരുമെന്നാണ്. കാരണം ഒരുപാട് പ്രതീക്ഷയോടുകൂടി എഴുതിയതാണ്. പലർക്കും 3 വിഷയവും 2 വിഷയമൊക്കെ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. അതിൽ മാർക്ക് കൂടുമോ എന്നുള്ള പേടിയുണ്ട്, ആശങ്കയുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് നോക്കാം. മെയ് 23-നാണ് ഏകദേശം +2 റിസൾട്ട് വന്നത്. അപ്പോൾ മെയ് 5-ന് തന്നെ +1 ഇംപ്രൂവ്മെന്റ് റിസൾട്ടും വന്നു. ഇത്തവണത്തെ കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഏപ്രിൽ 16 മുതൽ മെയ് 2 വരെ നടക്കുന്ന വാല്യൂഷന് ശേഷം ടാബുലേഷൻ വർക്കുകളെല്ലാം കഴിഞ്ഞ് ഇതിൽ തന്നെ ഞാൻ പറയുന്നു, വാല്യൂഷനിൽ ആദ്യം ഇമ്പോർട്ടൻസ് കൊടുത്തത് SLC അവിടെ നിൽക്കട്ടെ, +1 +2ലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം +1 ഇംപ്രൂവ്മെന്റ്, അത് കഴിഞ്ഞ് +2, അത് കഴിഞ്ഞ് +1, അതാണ് അതിന്റെ ഒരു ഓർഡർ. ഓക്കെ, അപ്പോൾ +1ന്റെ ഇംപ്രൂവ്മെന്റ് ഇത്തവണ മെയ് 2-ന് ശേഷം നമ്മൾ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ മെയ് 2nd വീക്കോ 3rd വീക്കോ വരാൻ സാധ്യതയുണ്ട്. ഇതെന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് വെച്ചാൽ, നിങ്ങളുടെ റിസൾട്ട് ഡേറ്റ് ഏകദേശം മെയ് 3-ാം വാരം SSLCയും മെയ് 22-ൽ നിന്ന് 25-ലേക്ക് +2 ആക്കിയ ഈ ഒരു സാഹചര്യത്തിലാണ് അതിന് മുമ്പ് തന്നെ, കുറഞ്ഞത് ഒന്നരാഴ്ച മുമ്പ് തന്നെ സാധാരണ രീതിയിൽ +1 ഇംപ്രൂവ്മെന്റ് റിസൾട്ട് നിങ്ങൾക്ക് DHCയുടെ ഒഫീഷ്യൽ സൈറ്റ് വഴി തന്നെ അറിയാനുള്ള ഒരു സൗകര്യം ഉണ്ടാകും. അപ്പോൾ അതിന് ശേഷമായിരിക്കും അതും കൂടി ചേർത്തിട്ടുള്ള +2 ഫൈനൽ റിസൾട്ട്, മീൻസ് പബ്ലിക് എക്സാം റിസൾട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുക. സോ +1 ഇംപ്രൂവ്മെന്റ് റിസൾട്ട് എന്ന് വരും, അല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ നമ്മുടെ കൂട്ടത്തിൽ, നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെയുണ്ട്. അപ്പോൾ അവർക്ക് ഒരു ആശ്വാസമാവട്ടെ, ഈ വീഡിയോ നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇനി അങ്ങോട്ട് DHCയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏറ്റവും അപ്ഡേറ്റ്സ് അവരെ വിളിച്ച് തന്നെ നമ്മൾ അറിയാൻ ശ്രമിക്കും. നിങ്ങൾ എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങളുടെ എക്സാമോ റിസൾട്ടോ അല്ലെങ്കിൽ സ്റ്റഡിയോ കരിയർ ഗൈഡൻസോ റിലേറ്റഡ് ഉണ്ട് എങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങളിലേക്ക് റീച്ച് ഔട്ട് ചെയ്യും. പുതിയ കണ്ടന്റുകളുമായിട്ട് എത്തും. തൽക്കാലം നിർന്നു.